നമ്മൾ നോക്കാൻ പോകുന്നത് ഗോഡ്ഫ്രീഡ് വില്യം വോൺ ലിബീൻസ് എന്ന് പറയുന്ന ജർമ്മൻ മാത്തമാറ്റീഷ്യൻ്റെ ഒരു കാൽക്കുലേറ്റിംഗ് മെഷീനെ കുറിച്ചാണ്. അപ്പോൾ 1673 ഗോഡ്ഫ്രീഡ് വില്യം വോൺ ലിബീൻസ് എന്ന് പറയുന്ന ജർമ്മൻ മാത്തമാറ്റീഷ്യന് പാസ്കലിൻ്റെ ഐഡിയയെ കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് അദ്ദേഹം ഒരു മെഷീൻ കണ്ടുപിടിച്ചു. അപ്പം ഈ മെഷീൻ്റെ പേര് സ്റ്റെപ്ഡ് റെക്കണർ എന്നായിരുന്നു. അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്കലൈൻ എന്ന് പറയുന്ന പാസ്കലിൻ്റെ മെഷീനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് അഡീഷന്, സബ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും വളരെ ഫാസ്റ്റായിട്ട് ഏകദേശം ഒരു 10 ഇരട്ടി ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിൽ ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. അപ്പം ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പൽചക്രങ്ങൾ, അതായത് ഗിയേഴ്സ് അതുപോലെ തന്നെ സ്റ്റെപ്ഡ് ഡ്രം, ഇതിൻ്റെയൊക്കെ സഹായത്തോടെയായിരുന്നു ഓരോ നമ്പേഴ്സ് മുമ്പോട്ട് കറങ്ങി വന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ ഗോഡ്ഫ്രീഡ് വില്യം ലീബിൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്ഡ് റെക്കണർ മാത്രമല്ല, അദ്ദേഹം ബൈനറി ലാംഗ്വേജിനെ കുറിച്ച് ഒരു ഏകദേശം ദീർഘനാള് പഠനം നടത്തി. അപ്പോൾ കമ്പ്യൂട്ടറിന് ഏറ്റവും ഉചിതമായ ഭാഷ 0-1 അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ആണെന്ന് അദ്ദേഹം കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പം പക്ഷേ ഈ സ്റ്റെപ്ഡ് റെക്കണർ എന്ന് പറയുന്ന ഈ ഒരു കാൽക്കുലേറ്റർ പക്ഷേ ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി വെച്ചല്ല ചെയ്തുകൊണ്ടിരുന്നത്. അത് 0 to 9 അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം ഈ ഒരു സ്റ്റെപ്ഡ് റെക്കണർ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ടാക്കിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ബൈനറി ലാംഗ്വേജ് വെച്ച് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോഡ്, ഒരു കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളത് മറ്റു പലർക്കും മനസ്സിലാക്കുന്നതിൻ്റെ പരിധിക്ക് പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഈ കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് കറക്റ്റ് പോയിന്റ് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അവരെ മനസ്സിലാക്കിയെടുക്കുവാൻ വളരെ പ്രയാസപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം സ്റ്റെപ്ഡ് റെക്കണറിൻ്റെ ഒരു കട്ടൗട്ട് വ്യൂ ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവന എന്ന് പറയുന്നത് ഒന്ന് സ്റ്റെപ്ഡ് റെക്കണർ, അതുപോലെ തന്നെ 2 ബൈനറി ലാംഗ്വേജ് കണ്ടുപിടിച്ചു എന്ന് ഉള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം ലിബിൻസിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്ഡ് റെക്കണർ എന്ന് പറയുന്ന കാൽക്കുലേറ്ററിനെ കുറിച്ചും ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.